നമസ്കാരം. ചെങ്കൽ സ്വദേശിയായ സാജുവിനെതിരെയുണ്ടായ ആക്രമണത്തിൽ പുറത്തു വരുന്നത് പോലീസും ഗുണ്ടാ സംഘവുമായുള്ള ബന്ധം. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന സാജുവിനെതിരെയുള്ള ആക്രമണം യാദൃച്ഛിക സംഭവം എന്ന നിലയിലാണ് പോലീസും ആദ്യം കേസെടുത്തിരുന്നത്. എന്നാൽ സംഭവ സ്ഥലത്തെ ആട് സജിയുടെ സാന്നിധ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം ചെന്നെത്തിയത് പോലീസ് നൽകിയ കൊട്ടേഷനിലേക്കാണ്. മുൻ വൈരാഗ്യത്തിന്റെ പേരിലുള്ള പ്രതികാരമാണ് കൊട്ടേഷനിലെത്തിയത്. ഇതിനായി പോലീസ് കണ്ടെത്തിയത് ആട് സജി എന്ന ഗുണ്ടാ നേതാവിനെയാണ്. കൊട്ടേഷൻ എല്ലാ സഹായവുമായി അഭിഭാഷക സുഹൃത്തും. അന്വേഷണത്തിൽ കൊട്ടേഷൻ നൽകിയ പോലീസുകാരനായ പി ബൈജുവിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. പി ബൈജു തന്നെയാണ് കേസിലെ ഒന്നാം പ്രതിയും. സഹായിയായ അഖിലിനെതിരെ ഗൂഢാലോചന കുറ്റത്തിന് കേസ് ചുമത്തി. സംഭവവുമായി ബന്ധപ്പെട്ട കൊട്ടേഷൻ സംഘത്തിലെ 4 പേരെ പാറശാല പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടി. തിരുവല്ലം പാറക്കുന്ന് വീട്ടിൽ ആട് സജി എന്ന സജി, ചെങ്കൽ കടുക്കറ വീട്ടിൽ അജി, മാരായമുട്ടം കടവൻകോട് കോളനിയിൽ സുജിത്, പെരുമ്പഴത്തൂർ കടവൻകോട് കോളനിയിൽ രവി എന്നിവരെയാണ് പാറശാല പോലീസ് പിടികൂടിയത്. കുറച്ചു കാലങ്ങളായി വലിയ ചർച്ചയായിരുന്നു ആട് സജി എന്ന ഗുണ്ടാ നേതാവ്. എന്തിനു മടിക്കാത്ത ക്രിമിനലായ ആട് സജി നാട്ടിലിറങ്ങി ഗുണ്ടാ വിളയാട്ടം നടത്തിയിട്ടും ഇയാളെ ജയിലിൽ അടയ്ക്കാൻ പോലീസ് നടപടികൾ ഉണ്ടാകാതിരുന്നതിന്റെ കാരണം കൂടിയാണ് പുതിയ വെളിപ്പെടുത്തലുകളിൽ നിന്നും പുറത്താവുന്നത്. ഒക്ടോബർ 19-നായിരുന്നു സംഭവം ഉണ്ടായത്. പെയിന്റിംഗ് തൊഴിലാളിയായ സജു ജോലി കഴിഞ്ഞ് മടങ്ങവേ ഗുണ്ടാ തലവനായ ആട് സജിയുടെ നേതൃത്വത്തിലുള്ള സംഘം തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥൻ പി ബൈജുവിൻ്റെതായിരുന്നു കൊട്ടേഷൻ. ബൈജുവും പെയിന്റിംഗ് തൊഴിലാളിയായ സജുവും തമ്മിൽ വർഷങ്ങളായി ശത്രുതയുണ്ടായിരുന്നു. ഇരുവരും തമ്മിൽ പലതവണ സംഘർഷവും ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ പ്രതികാരമാണ് സജുവിനെതിരെ ആക്രമണത്തിന് കാരണമായത്. തുടർന്ന് സുഹൃത്തും വളത്താങ്കര സ്വദേശിയും അഭിഭാഷകനുമായ അഖിലുമായി ചേർന്ന് ബൈജു ഗൂഢാലോചന നടത്തുകയായിരുന്നു. ശേഷം സജുവിനെ ആക്രമിക്കുന്നതിനായിട്ടുള്ള കൊട്ടേഷൻ ഇവർ ആട് സജിക്ക് നൽകി. തുടർന്ന് ബൈക്കിൽ ആട് സജിയുമായി അഖിൽ, സജു ജോലി ചെയ്തിരുന്ന സ്ഥലത്തെത്തി. ഇരുവരും ബൈക്കിൽ പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മുൻകൂറായി 25,000 രൂപ ബൈജു കൈമാറിയതിന്റെ രേഖകളും പോലീസിന് ലഭിച്ചു. പാറശാല SHO സജി SS, SI-മാരായ ഹർഷകുമാർ, വേലപ്പൻ നായർ, അനന്തകുമാർ, CPM-മാരായ സാജൻ, ഷാജൻ, ജോയി, രഞ്ജിത്ത്, അജു, വിപിൻ, അഭിലാഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അതേസമയം പോലീസിന്റെ ഗുരുതര വീഴ്ചയുടെയും അനാസ്ഥയുടെയും പ്രധാന തെളിവാണ് ആട് സജിയുടെ നാട്ടിലിറങ്ങിയുള്ള വിളയാട്ടം. കേസെടുക്കും, ചീത്തപ്പേര് കേൾക്കുമെന്ന ഭയമൊന്നുമില്ലാതെയാണ് ആട് കുറ്റകൃത്യങ്ങൾ നടത്തുന്നത്. പാറശാല കേസിലാണ് ആട് സജിയെ നേരത്തെ പിടികൂടിയത്. ഒരു യുവാവ് കാറിൽ ചാരി നിന്നതിന്റെ പേരിൽ യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയായ ആട് സജി സൈക്കോയായ ക്രിമിനലാണെന്ന് വ്യക്തം. ഒരു ചെറിയ പെറ്റി കേസിന് പോലും സാധാരണക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന പോലീസ് ഇയാളോട് കാണിക്കുന്നത് വളരെ സൗഹൃദ മനോഭാവമാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ജാമ്യം കിട്ടും. ഒരു കേസിൽ ജാമ്യം നൽകുന്നത് സമാന കുറ്റകൃത്യങ്ങളിൽ പെടരുതെന്ന ഉപാധിയോടെയാണ്. ഇത് നിരന്തരം ലംഘിച്ചാലും ഈ വിഷയം കോടതിയിൽ പ്രോസിക്യൂഷൻ ചർച്ചയാക്കില്ല. ഇതോടെ ഇവർക്ക് അതിവേഗം പുറത്തെത്താൻ കഴിയും. പോലീസിൽ പോലും ഉന്നത ബന്ധങ്ങൾ അവകാശപ്പെട്ട ഇയാളുടെ കൂട്ടാളിയായ തിരുവല്ലം ഉണ്ണിയും നിരവധി കേസുകളിൽ പ്രതിയാണ്. ബില്ലടയ്ക്കാത്തതിനെ തുടർന്ന് വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതിന്റെ പ്രതികാരത്തിൽ KSEB തിരുവല്ലം സെക്ഷൻ ഓഫീസ് ആക്രമിച്ചത് ആട് സജിയാണ്. 2 മാസം മുമ്പ് പുലർച്ചെ 1:30 ഈ സംഭവം. കാറിലെത്തിയ ഇയാൾ ഓഫീസിന്റെ പ്രധാന വാതിലിൽ ഇടിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തു. ജീവനക്കാർ വാതിൽ തുറന്ന് പുറത്തെത്തിയപ്പോൾ റിസപ്ഷനിൽ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടർ, ലാൻഡ് ഫോൺ, ഓഫീസ് ഉപകരണങ്ങൾ എന്നിവ എടുത്ത് നിലത്തടിക്കുകയും ജനാല ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. തടയാൻ ശ്രമിച്ച ഓഫീസ് സ്റ്റാഫുകളായ ബ്രൈറ്റ് സിംഗ് ജോസഫ്, ലൈൻമാൻ സജി, സുദർശൻ എന്നിവർക്ക് നിസ്സാര പരിക്കുകളും ഏറ്റിരുന്നു. തുടർന്ന് ജീവനക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി അക്രമിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു. ഈ കേസിൽ അറസ്റ്റിലായ പ്രതി 2 മാസത്തിനുള്ളിൽ വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങി എന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. പൂന്തുറ, നേമം, തിരുവല്ലം സ്റ്റേഷനുകളിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച് വഴിയാത്രക്കാരനെ ഇടിച്ചതുൾപ്പെടെ വിവിധ ആക്രമണ, മോഷണ കേസുകളിലെ പ്രതിക്ക് എങ്ങനെ ജാമ്യം കിട്ടുന്നുവെന്നതും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്.